ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ശ്രീകുട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി റൂം ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് എല്ലാവർക്കും റൂമല്ല, നമ്മുടെ സ്റ്റഡി ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ അത് ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ കാണിച്ചു തരാം, ഫുൾ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ചെയർ ഇട്ടിട്ടാണ് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇത് എന്താ പറയുക, സ്റ്റഡി ടേബിൾ. ഇത് എൻ്റെ പണ്ടത്തെ കോട്ടേജിലെ കബോർഡായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താ പറയുക, പഴയ ഇങ്ങനെ ബുക്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ 2ാം ക്ലാസ്സിലൊക്കെ ബുക്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കായിരുന്നു. സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചതോ, എനിക്ക് സ്റ്റഡി ടേബിൾ ഇല്ല അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അതിഥീനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. സോ ഞാൻ കാണിച്ചു തരാം, ഫുള്ള് പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തോട്ട്സ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നെവർ ഗീവ് അപ്പ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ സ്ട്രോങ്, യുവർ ഡ്രീംസ് വിൽ കം ട്രൂ. പിന്നെ കുറച്ച് ഈ ടെഡി ബിയേഴ്സിന് തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് വരുമ്പോഴത്തേക്കും ഇവിടെ ഡോറ ബുജ്ജിയുടെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ മുകളിലത്തെ ഔട്ട്പുട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ റുബിക്സ് ക്യൂബ് ഇങ്ങനെ തലയിങ്ങനെ ഇത് ഇന്ത്യയുടെ ആ ഫ്ലാഗിൻ്റെ ആ ഒരു പൊസിഷനിൽ എടുത്ത് വെച്ചു. പിന്നെ ഒരു ബാഡ്ജ് ഇങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഒരു കാറ്, പിന്നെ ഒരു മറ്റേ ഗോട്ടിയോ എന്താ പറയുക എനിക്കറിയില്ല, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു ചാർട്ട് പേപ്പർ, ഒരു ചെടി, പ്ലാസ്റ്റിക് ആണ്, പിന്നെ ആർട്ടിഫിഷ്യലാണ് ഗൈസ്. പിന്നെ ഇതൊരു അലാം ക്ലോക്കാണ്, നമുക്ക് ക്ലോക്കായിട്ട് യൂസ് ചെയ്യും ഗൈസ്. പിന്നെ ഇതൊരു എന്താ പറയുക, ലൈറ്റ് പോലത്തെ ഒരു സാധനമാണ്, മെഴുകുതിരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ചെടി മീൻസ് ആർട്ട് ഗൈസ്, എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഇനി അടുത്ത സെക്ഷനിൽ എന്താ പറയുക, നമ്മുടെ പൗച്ച് ഞാൻ വരുന്നത് ഇതെൻ്റെ വേറൊരു പൗച്ചാണ്. ഇത് ഞാൻ വാട്സപ്പ് ബോക്സിൽ ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഈ പൗച്ച കൊണ്ടാണ് ഇത് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൗച്ച്, പിന്നെ ഇതിപ്പോൾ ഞാനാണെങ്കിലും കൂടെ വെറുതെ ഇങ്ങനെ ഓരോ മോട്ടിവേഷനൊക്കെ അല്ല, തോട്ട്സൊക്കെ എഴുതി വെച്ചത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. പിന്നെ കുറച്ച് ഗ്രാഫ് ബുക്കും പുതിയ നോട്ട് ബുക്കൊക്കെയാണ് കേട്ടോ. ഇത് 2 ടെക്സ്റ്റ് ബുക്ക്, പിന്നെ എല്ലാ നോട്ട് ബുക്സും, പിന്നെ ഇവിടെ ജോമെട്രി ബോക്സും ഇവിടെ ബോക്സും. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റോറി ബുക്സാണ് കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് ഈ ഒരു റോയിൽ വരുന്നത്. എനിക്ക് പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. കണ്ട, ഇതാണ് അവസ്ഥ വരിക. ഞാനിപ്പോൾ തുറക്കാൻ പാടുണ്ടെങ്കിൽ എനിക്ക് തുറക്കാൻ അറിയത്തില്ല, കുറച്ച് ശക്തി എടുക്കണം. അതിന് മാത്രം ശക്തി എനിക്കില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇത് കുറച്ച് ടഫാണ്. കണ്ടില്ലേ, ഇവിടെ ആക്രി വർക്കൽ പോലെയാണ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രയോൺസ് ആണ് കേട്ടോ. അതൊരു ഫുൾ പാക്ക് വരുന്നത്. പിന്നെ എന്താണ്, ഇതൊരു പാക്ക്, മറ്റേ സ്റ്റാപ്ലർ എന്ന സാധനമാണ്. അത് പോയി സ്റ്റാപ്ലർ അതിവിടെ വെച്ചിട്ടാണ്, സെപ്പറേറ്റ് ഉണ്ട്. അതെ, ഇത് കണ്ടോ, സ്റ്റാപ്ലറാണ്. അത് എൻ്റെ ഉള്ളിലാക്കി വെക്കാം ഇനി മറന്നു കഴിഞ്ഞ്. ഓക്കെ, പിന്നെ ഒരു പിൻ പോയിൻ്റെ ബ്ലൂ കളർ ബോൾ പെൻ ആണ് ഗൈസ്. പിന്നെ ചോക്ക് ആവശ്യം ഒരു ഓണത്തിനൊക്കെ, അതുകൊണ്ട് ചോക്കുണ്ട്. ജെൽ പെൻ ഇവിടെ ഉണ്ട്. ഞാൻ മൊത്തത്തിൽ മാറ്റി വെച്ചേക്കുന്നു ജെൽ പെൻ. പിന്നെ ഒരു പെൻസിൽ, സ്റ്റാപ്ലറിൻ്റെ മറ്റേ സാധനം, പിന്നെ വൈറ്റ്നറും മാർക്കറും, പിന്നെ സെല്ലോ ടേപ്പ്. ഇത് ഞാൻ കാണിച്ചല്ലോ ഗൈസ്, മറ്റേ വാട്സപ്പ് ബാഗിൽ ഞാൻ കാണിച്ചായിരുന്നു. അതാണ് ഒരു പേന. പിന്നെ എന്താ ഇതിനെ പറയാ, സ്റ്റിക്ക് നോട്ട്സ് ആ സാധനമാണ്. പിന്നെ മറ്റേ പെൻസിൽ കളേഴ്സാണ്. പിന്നെ ഗ്ലൂ, ഒരു പിൻ പോയിൻ്റ് ഉണ്ട്, പക്ഷെ തെളിയുന്നില്ല ഗൈസ്, അറിയില്ല. പിന്നെ ബ്ലാക്ക് കളർ പിൻ പോയിൻ്റ് ഉണ്ട്.
പിന്നെ വീണ്ടും സ്റ്റാപ്ലറിൻ്റെ ആ സാധനം, ഒരു മിനി ബുക്ക് ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എല്ലാം പേജ് ഞാൻ അങ്ങനെ ഒന്നും എഴുതി വെക്കാറില്ല. പണ്ടൊക്കെ ഓരോ ലിറിക്സ് എഴുതി വെക്കും പാട്ടിൻ്റെ, അത് മാത്രമേ. പിന്നെ ഒരു പെൻസിലിൻ്റെ പാക്കറ്റ്, ഞാനിപ്പോഴാണ് അറിയുന്നത് ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ടെന്ന്. സിസേഴ്സ്, പിന്നെ ഈ ജെൽപ്പൻ തീർന്നു കേട്ടോ, തീർന്നില്ല, ഒരു ഇച്ചിരി കൂടെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ പെൻസിലിൻ്റെ മോനോടെ ഇല്ല, അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റാം. പിന്നെ ഒരു പുതിയ ബാഡ്ജ് ഉണ്ട്, എൻ്റെ പുതിയ ഐഡൻറ്റി കാർഡ് കിട്ടുമ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ബാഡ്ജ്. പിന്നെ നോർമൽ ഗമ്മാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സെക്ഷനിൽ. ഇപ്പോൾ ഇതെടുത്ത് വെക്കാം ഗൈസ്. പണി കിട്ടാൻ നമ്മൾ നല്ലൊരു വഴിയാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ വഴിയാവാണ്ടിരിക്കാൻ വേണ്ടി തന്നെ മേക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഈ പാക്കറ്റ് വേണം, പതിച്ച് വേണം, ഒരു ദൂരമില്ല. നിങ്ങൾക്ക് എടുത്താണോ എനിക്കറിയാം, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കുത്തി നിറച്ച് വെച്ചാൽ പക്ഷേ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ അതിന് ഉള്ളിലോട്ട് എനിക്ക് പോയാൽ പണി കിട്ടും. ഇതായിരിക്കുന്നതാണ്. ഓക്കെ, ഈ പാക്കറ്റ് വാങ്ങിയാൽ ഈ 3 സാധനം കൂടി ഞാൻ കളഞ്ഞു. പിന്നെ ഇത് കൊണ്ട് കാണിട്ട് വരാം ഗൈസ്. ഇതാണ് അടുത്ത സെക്ഷനിൽ വരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചത് ഇത് ഐഡൻറ്റി കാർഡാണ് ഗൈസ്. ഇതെനിക്ക് 2ാം ക്ലാസ്സിലത്തെ 3ാം ക്ലാസ്സിലത്തെ ഐ ഡി കാർഡ് കാണുന്നില്ല ഗൈസ്. ഇത് പണ്ടത്തെയാണേ. ഇത് എൻ്റെ ഫേസൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് പണ്ടത്തെ, ഇത് ഇപ്പോഴത്തെ. ഓക്കെ, KVയിലാണ് ഗൈസ്. ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് ഉണ്ട്. പിന്നെ ഇത് കീ ചെയിൻ്റെ ഒരു കളക്ഷൻസാണ് ഗൈസ്, കണ്ടിട്ട്. അത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കും, കീ ചെയിൻ കളക്ഷൻസാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പണ്ടത്തെ ബുക്കാണ് ഗൈസ്, പണ്ടത്തെ. പിന്നെ ഇത് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണ ബാഗ്, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് A4 സൈസ് പേപ്പർ ഉണ്ട്, കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ. ലാസ്റ്റത്തെ ഇത് വരുന്നത് നമ്മുടെ ബുക്ക് കവറുണ്ട്. പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് കേട്ടോ. അതിലെന്തൊക്കെ എനിക്കറിയത്തില്ല, എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി ആക്കുമ്പോൾ നമുക്ക് ഇതൊന്നും എടുത്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെയാണ് എൻ്റെ ബാഗ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാലൊക്കെ അങ്ങോട്ട് ഇട്ട് ചെയ്യാം ഗൈസ്. കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടൂർ എന്ന് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കംസ് ഇൻ. ബൈ, സ്റ്റേ സൂൺ.